മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. കണ്ണൂരിലെ തളാപ്പിലുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഇന്ന് രാവിലെ ഇയാളെ കണ്ടെന്ന് പലരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. കിണറ്റിൽ നിന്നും പിടികൂടിയ ഗോവിന്ദച്ചാമിയെ പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടികൂടിയില്ലെന്നാണ് ആദ്യം പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാരെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദച്ചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിക്കുകയായിരുന്നു. പിന്നാലെയാണ് കിണറ്റിൽ നിന്നും പ്രതിയെ പിടികൂടുന്നത്. ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നത്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിലെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോയി. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. തുടർന്ന് ഇതിലൂടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറുന്നതും പുറത്തേക്ക് ചാടുന്നതും. എന്തായാലും പ്രതി പിടിയിലായത് ആശ്വാസകരമായ വാർത്തയാണ്. കൊടും കുറ്റവാളിയായ ഇയാൾ പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയ ആശങ്കകൾ പരന്നിരുന്നു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൊടും കുറ്റവാളിയെന്നാണ് ഗോവിന്ദച്ചാമിയെക്കുറിച്ച് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ വെളിപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഇയാൾ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടിയതോടെ വലിയ ആശങ്കകളാണ് അവസാനിച്ചിരിക്കുന്നത്.